പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ ചിലപ്പോൾ ഒക്കെ എന്തോ ഒരു കുഴപ്പം കാണിച്ചു എന്ന മട്ടിലേക്ക് അത് ആ കുഴപ്പം വല്ലതും കാണിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കും. DC വേണ്ടാന്ന് തീരുമാനിച്ചു. DC ആരെ ഏൽപ്പിക്കുന്നു? DC ഏൽപ്പിക്കുന്നില്ല. ഞാൻ അറിയാതെ എൻ്റെ പുസ്തകം 10:30 മണിക്ക് പ്രസാദനം ചെയ്യുന്നു എന്ന് ഫേസ്ബുക്ക് പേജ് കൊടുത്തിട്ട് അദ്ദേഹത്തിന് മുൻപേ പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനം കിട്ടേണ്ടിയിരുന്ന ആളാണ് EP ജയരാജൻ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അത് അഭിപ്രായമുള്ളവർ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. താങ്കൾ പറയുന്നത് ഈ പ്രസ്ഥാനം ഈ ഈക്വൽ ടു പിണറായി വിജയൻ എന്നുള്ള പുറത്തുനിന്നുള്ള ആക്ഷേപം താങ്കൾ അതേപടി പറയുകയാണ്. ഈ ജാവേദ് ഖർ എന്ന് പറഞ്ഞൊരു കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ കൂട്ടി വന്നതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ആ ആരോപണങ്ങൾ വന്നപ്പോൾ താങ്കൾ കാണിച്ചൊരു മാതൃക ഉണ്ടല്ലോ ഇവിടെ. എൻ്റെ അഭിപ്രായത്തിനൊരു വിലയുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്നോട് പാർട്ടി ചോദിക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ പോലും ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ. പ്രകാശ് ജാവദേക്കറെ കണ്ടിരുന്നു. താങ്കളൊരു സത്യസന്ധനായ രാഷ്ട്രീയ നേതാവ് ആയതുകൊണ്ടാണ് ആ കൂടിക്കാഴ്ച മറച്ചു വെച്ചില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാക്കന്മാരെ പ്രശംസിക്കാൻ പാടില്ലേ? AKജിയെ പ്രശംസിച്ചിട്ടില്ലേ? EMS പ്രശംസിച്ചിട്ടില്ലേ? CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനാണ് എനിക്കൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. EPയെ പോലൊരു രാഷ്ട്രീയ അധികാരം മുന്നിൽ കിട്ടുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഞാൻ ആദ്യം EPയെ ഒരു 80കളിലേക്കൊന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. EP ആദ്യമായിട്ട് ഈ DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആവുന്ന കാലഘട്ടം. CPM ഒരു യുവജന പ്രസ്ഥാനം രാജ്യമാകെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം അതിൻ്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്ന EPയാണ്. ഒരു വലിയ ഉത്തരവാദിത്തമായിരുന്നു. ആ കാലഘട്ടത്തെ എങ്ങനെയായിരുന്നു EP ഓർക്കുന്നത്? 1980 കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കേരള സോഷ്യലിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ KSYF എന്ന സംഘടനയാണ്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷക്കാരായിട്ടുള്ള പുരോഗമനവാദികളായിട്ടുള്ള യുവാക്കൾ പല പേരുകളിൽ പ്രവർത്തിച്ചിട്ടുള്ള യുവജന സംഘടനകളുണ്ടായിരുന്നു. ഇന്ത്യയിൽ അന്ന് 10-13 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷ ചിന്താഗതിക്കാരും പുരോഗമനവാദികളുമായ യുവജനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു അഖിലേന്ത്യാ യുവജന പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കുക എന്ന ഒരു നിരീക്ഷണത്തോടു കൂടിയിട്ടാണ് 1980 അഖിലേന്ത്യാ തലത്തിൽ പ്രഥമ സമ്മേളനം പഞ്ചാബിൽ നടക്കുന്നത്. എന്തുകൊണ്ട് താങ്കൾ എന്നതിൻ്റെ ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു? സ്വാഭാവികമായിട്ട് പാർട്ടിയിൽ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. ഒരു വിശ്വാസം ഒരു യുവ നേതാവിൽ ഉണ്ടാവുമല്ലോ. ഇന്ത്യയിലെ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രിപ്പറേറ്ററി കമ്മിറ്റി രൂപീകരണവും അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളിലും ഈ 13 സംഘടനകളും ഒന്നിച്ചിരുന്ന് അവരെല്ലാവരും കൂടി ചേർന്ന് ആലോചിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ഈ സംഘടനകളെല്ലാം കൂടി ചേർത്തുകൊണ്ട് കേരളത്തിൽ നിന്ന് കേരള സോഷ്യലിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ഞാനന്ന് പ്രവർത്തിക്കുകയാണ്. എൻ്റെ പ്രസിഡൻ്റായും ഞാനതിൻ്റെ പ്രിപ്പറേറ്ററി കമ്മിറ്റിയിലും അതിൻ്റെ സംഘാടക കമ്മിറ്റിയിലും ഒരു പ്രധാനിയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രസിഡൻ്റായും പശ്ചിമ ബംഗാളിലെ വെസ്റ്റ് ബംഗാൾ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ അതിൻ്റെ നേതാവായിരുന്ന അനൻ മുള്ളയെ അതിൻ്റെ സെക്രട്ടറിയായും ആ സമ്മേളനം തിരഞ്ഞെടുത്തു. ഈ സ്വാഭാവികമായിട്ട് ഈ യുവാവായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിൽ അടികൊണ്ടും ജയിലിൽ കിടന്നും ഒക്കെ ഉണ്ടാക്കിയെടുത്തൊരു സമര പോരാട്ടത്തിൻ്റെ ചരിത്രമുണ്ട്. അന്ന് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനൊക്കെ ആയിരിക്കുമല്ലോ. ആ ഒരു ഓർമ്മ അവരൊക്കെ ആയിട്ടുള്ള അന്നത്തെ കാലഘട്ടത്തിലെ ഓർമ്മ എങ്ങനെയാണ്? കോടിയേരി ബാലകൃഷ്ണൻ ഞാനെല്ലാം ഒന്നിച്ചിട്ട് യുവജന വിദ്യാർത്ഥി രംഗത്ത് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ഞങ്ങളുടെ നേതാവായിരുന്നു അന്ന് പിണറായി. ഞങ്ങളങ്ങനെയെല്ലാം ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ഞങ്ങൾ വലിയ ആത്മബന്ധമായിരുന്നു. ഇപ്പോൾ പിണറായിയും കോടിയേരി ബാലകൃഷ്ണനും, പിണറായിയുടെ കുടുംബവും കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബവും ഞാനും എൻ്റെ കുടുംബം, ഞങ്ങളൊക്കെ ആയിട്ടൊരു വലിയ അവേദ്യമായ ഒരു പാർട്ടി ബന്ധം, ഒരു പാർട്ടി കുടുംബ ബന്ധം അതെല്ലാം വെച്ച് പുലർത്തിയിരുന്നു. അങ്ങനെയുള്ളൊരു കൂടുതൽ അനുഭവ സമ്പത്തും കൂടുതൽ സന്തോഷകരവുമായ ഒരു പാർട്ടി ജീവിതമായിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. ഈ കോടിയേരിയുടെ ഒരു വിയോഗം ശരിക്കും പറഞ്ഞാൽ അത് പെട്ടെന്നായിപ്പോയി എന്നൊരു തോന്നൽ ഇപ്പോഴും ഉണ്ട്. തീർച്ചയായും അത് കോടിയേരിയും ഞാനും ഒന്നിച്ച് വളരെ കാലം ഞങ്ങൾ ഒന്നിച്ച് തമാശ പറഞ്ഞ് കളിച്ച് രസിച്ച് നടന്നതാണ്. ഞങ്ങൾ ഒന്നിച്ച് പാർട്ടി ഓഫീസിൽ കിടന്നുറങ്ങിയതാണ്. തലശ്ശേരി പാർട്ടി ഓഫീസിൽ ഞങ്ങൾ ഒന്നിച്ച് കിടന്നുറങ്ങിയതാണ്. പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചാണ് പോകാറ്. അങ്ങനെയൊക്കെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സഖാവാണ്. അദ്ദേഹത്തിന് എന്നേക്കാളും പ്രായം കുറവാണ്. അദ്ദേഹം ഇടയ്ക്ക് നമ്മളെ വിട്ടുപിരിഞ്ഞു. അതെല്ലാം യഥാർത്ഥത്തിൽ ഒരു പ്രവർത്തന രംഗത്തുണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വേർപാട് സ്വാഭാവികമായും മനുഷ്യരിലുണ്ടാക്കുന്ന ഒരു പ്രതികരണം ഞങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ദീർഘകാലം അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്നു. പാർട്ടിയെ പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ നയിച്ചു. ആ ഒരു നേതൃത്വ പാടവത്തൊക്കെ എങ്ങനെയാണ് ഓർക്കുന്നത്? ശരിക്കും ഞങ്ങളെല്ലാം ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഞങ്ങളെല്ലാം ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. ഈ കണ്ണൂരിൽ ഞാനന്ന് യഥാർത്ഥത്തിൽ കോളേജിൽ പഠിക്കാനെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് അവസാനം എത്തൽ പാർട്ടി ഓഫീസിലാണ്.
പാർട്ടി ഓഫീസിലായിരുന്നു കിടന്നുറങ്ങാറ്. പോലീസ് പലപ്പോഴും പാർട്ടി ഓഫീസ് റെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല ദിവസങ്ങളിലും ഞാൻ തന്നെ പാർട്ടി ഓഫീസിലുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു പോരാട്ട വീതികളിലൂടെയാണ് ഞങ്ങൾ നടന്നു വന്നത്. അങ്ങനെ പാർട്ടി ഓഫീസിൽ കിടന്നുറങ്ങിയും ഒക്കെ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും വളർത്തിയെടുക്കാൻ വലിയൊരു ശ്രമം നടത്തിയിട്ടുള്ളവരാണ് ഞങ്ങളെല്ലാം. ഒരു ടീമായി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എപ്പോഴേതെങ്കിലും ഘട്ടത്തിൽ തോന്നിയിട്ടുണ്ട്? അല്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എല്ലാം പറഞ്ഞിട്ടത് ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? അദ്ദേഹം മൺമറഞ്ഞു, നമ്മളിന്ന് വേറിട്ട് പോയി. പിന്നെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം? ഇതേ രീതിയിലുള്ളൊരു ബന്ധം പിണറായി വിജയനുമായിട്ട് തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹമായിട്ട് അതിനേക്കാൾ അപ്പുറം ഒരു ബന്ധം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ മനുഷ്യസ്നേഹിയാണ്. അദ്ദേഹം ബന്ധമല്ല, അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളെന്ന് വെച്ചാൽ വല്ലാത്ത ഒരു അസാമാന്യമായ ബന്ധമാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ അഭിമാനവും സന്തോഷവും തോന്നും. ഈ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു കരുതൽ കാണിച്ചിട്ടുണ്ടോ? തീർച്ചയായും അദ്ദേഹം കാണിക്കുന്ന പോലെ ഒരു ആരും കാണിക്കുന്നുണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഞാൻ പിണറായിയിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ വീട് പോവും, അദ്ദേഹത്തിൻ്റെ അമ്മ, അദ്ദേഹത്തിൻ്റെ നാടോട്ടം മരിച്ചുപോയി. എല്ലാമായിട്ട് ഞാൻ നല്ല ബന്ധമുള്ള ഒരാളായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഞങ്ങളുടെ കുടുംബമായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ, ഞാനിപ്പോൾ കീച്ചേരി താമസിക്കാൻ തുടങ്ങിയ മുതൽ അങ്ങനെ വലിയൊരു, അതായത് ഒരു കുടുംബം പോലെ ഞങ്ങൾ ജീവിച്ചിട്ടുള്ളവരാണ്. രാഷ്ട്രീയത്തിലും ഈ ഒരു കരുതൽ താങ്കളോട് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്, താങ്കൾ തിരിച്ചുമുണ്ട്. ഇപ്പോൾ BS പിണറായി എന്ന് പറയുന്ന ദ്വന്ദ്ങ്ങൾ പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലഘട്ടം എല്ലാവർക്കും അറിയുന്നതാണ്. ആ കാലത്ത് താങ്കൾ പിണറായിയെ പൂർണ്ണ മനസ്സോടുകൂടി പിന്തുണയ്ക്കുകയും ഒരു പരിധിവരെ VSനെ തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. ദ്വന്ദ്ങ്ങൾ എന്നുള്ളതല്ല ഞങ്ങൾ കാണുന്നത്, പാർട്ടിയെ കാത്തു സൂക്ഷിക്കണം. അങ്ങനെ പാർട്ടിയെ കാത്തു സൂക്ഷിക്കുമ്പോൾ അതിനെന്താണോ ചെയ്യേണ്ടത് ആ കാര്യം നിർവഹിച്ചു. അത് ഓരോ കാലഘട്ടത്തിലും നിർവഹിക്കേണ്ട ദൗത്യം നിർവഹിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പോ കോൺഗ്രസ്സിൽ കാണുന്ന പോലെ ഗ്രൂപ്പോ അതിൻ്റെ പിന്നാലെ നടക്കുകയല്ല. പാർട്ടിക്കകത്ത് സ്വാഭാവികമായും മനുഷ്യരുടെ പാർട്ടിയാണ്, വ്യത്യസ്തമായ ചിന്തകളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകളൊക്കെ നടക്കും. അങ്ങനെയൊക്കെ നടക്കുമ്പോൾ പാർട്ടിക്ക് ഗുണകരമായിട്ടുള്ളതും പാർട്ടിയെ ശക്തിപ്പെടുത്താൻ സാധിക്കുന്നതുമായ നയം അതിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു. ആ നയം വിജയിച്ചു കേരളത്തിൽ. അല്ല, അത് പാർട്ടിക്ക് വേണ്ടി മാത്രമായിരിക്കില്ലല്ലോ. പിണറായി വിജയനോടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു താല്പര്യങ്ങളും അതിലില്ല. വ്യക്തിപരമായൊരു താല്പര്യം ഇതിലാർക്കും വ്യക്തിപരമായ താല്പര്യങ്ങളില്ല. VSനും വ്യക്തിപരമായ താല്പര്യങ്ങളില്ല. വ്യക്തിപരമായ താല്പര്യങ്ങളല്ല, ഇതെല്ലാം പാർട്ടിക്കകത്തുണ്ടാകുന്ന ആശയപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകും. ആ അഭിപ്രായങ്ങൾ ശരിയായ നല്ല രൂപീകരിച്ചെടുക്കും. അങ്ങനെ രൂപീകരിച്ചെടുക്കാൻ കഴിയാതുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയും. അത് വീണ്ടും ചർച്ച ചെയ്ത് ശരിയായ നിലയിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ പാർട്ടിയെ കൊണ്ടുപോയി യൂണിഫൈഡ് പാർട്ടിയായി പിണറായിയും അതുപോലെ തന്നെ VSും എല്ലാം ഒരു പാർട്ടിയുടെ നായനാരും പിണറായിയും VSും എല്ലാം ഒരു പാർട്ടിയായി ശക്തിപ്പെട്ട് പോകുന്നതല്ലേ നമ്മൾ അവസാനം കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഘട്ടത്തിൽ മാത്രമല്ല കേട്ടോ, പിണറായി വിജയൻ പ്രതിസന്ധിയിലാവുമ്പോഴൊക്കെ താങ്കൾ SNC ലാവലിൻ്റെ കേസിലാണെങ്കിലും ഏറ്റവും ഒടുവിൽ നമ്മൾ നവകേരള യാത്രയുടെ സമയത്ത് കരിങ്കൊടിയുമായി UDF കോൺഗ്രസ്സുകാർ വന്നപ്പോൾ താങ്കൾ പറഞ്ഞു VD സതീശൻ വീട്ടിലിരിക്കേണ്ടി വരും, പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തു. ഈ അടുത്ത ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വ്യക്തിപൂജയുടെ പേരിൽ പിണറായി വിജയൻ ആക്രമിക്കപ്പെടുമ്പോൾ താങ്കൾ പൂർണ്ണ മനസ്സോടെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയാണ്. ഇത് ഒരു വ്യക്തിബന്ധത്തിനൂടെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ? വ്യക്തിപരമായ താല്പര്യങ്ങളല്ല ഇത്. ഈ വിമർശനങ്ങളുടെ അടിസ്ഥാനം എന്താ? പാർട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യക്തിപരമായി അദ്ദേഹത്തെ ശാരീരികമായി ആക്രമിക്കാനൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതിന് വാടക കൊലയാളികളെ അയച്ചിട്ടുണ്ട്. പിണറായിനെ കിട്ടാത്തതുകൊണ്ട് എന്നെ വെടിവെച്ചിട്ടുണ്ട്. അതൊക്കെ വേറെ വിഷയം. അത് കോൺഗ്രസിൻ്റെ ക്രിമിനൽ പൊളിറ്റിക്സിൻ്റെ ഭാഗം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഏതടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്? അദ്ദേഹം പാർട്ടിക്ക് പ്രസ്ഥാനത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന കരുത്തും ശക്തിയും ബഹുജന പിന്തുണയും ആ കരുത്തിനെയും ശക്തിയെയും ദുർബലപ്പെടുത്താൻ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് വ്യക്തിഹത്യ നടത്തി പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാ പാർട്ടിക്കാരും നിർവഹിക്കുന്നൊരു ദൗത്യമുണ്ട്. പാർട്ടിയെ കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും രംഗത്തിറങ്ങി പ്രവർത്തിക്കും. പക്ഷേ മറ്റെല്ലാവരും ഉണ്ട്. അല്ലാതെ ഞാൻ ഒരാൾ ആണെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവരും കൂടി യോജിച്ചുകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് ആ വിഭാഗീയതയെ തോൽപ്പിക്കാനും പാർട്ടിക്കെതിരെ വന്ന എല്ലാ അക്രമങ്ങളെയും പ്രതിരോധിക്കാൻ കഴിഞ്ഞത്. പാർട്ടി ആകെ ശരിയായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ്. ഈ പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കുറേ പ്രചരണങ്ങളില്ലേ? എന്താ ലാവ്ലിൻ കേസ്? ഉണ്ടാക്കി തീർത്തതല്ലേ? അതിനെ വേട്ടയാടുമ്പോൾ ഞങ്ങൾ വേട്ടക്കാരനോടൊപ്പം പോകണോ?
ഞങ്ങളുടെ പാർട്ടിക്ക് നേരെ, പാർട്ടി നേതാക്കൾക്ക് നേരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉപയോഗിച്ച് വ്യക്തിഹത്യ നടത്തി പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കും. അതുതന്നെയാണ് ഓരോ പാർട്ടി സഖാവും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലത് പ്രത്യക്ഷത്തിലായിരിക്കും, മറ്റു പലരും പരോക്ഷമായിരിക്കും, പല രൂപത്തിലുമായിരിക്കും. പക്ഷേ ഈ ഒരു പിന്തുണ പിണറായിക്ക് കിട്ടുന്ന പോലെ മറ്റാൾക്ക് കിട്ടിയപ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ പി ജയരാജനെതിരെ വ്യക്തിപൂജയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് പാർട്ടി നടപടി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് പാട്ടുകൾ വന്ന സമയത്ത് പാർട്ടി നടപടിയെടുത്തു. ഇവിടെ പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് പാട്ട് വരുമ്പോൾ അത് മറ്റൊരു തലത്തിൽ വ്യാഖ്യാനിക്കപ്പെടുകയും പിന്തുണ കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ തെറ്റായിട്ടൊരു വ്യാഖ്യാനമാണ് നടപടിയെടുത്തു എന്നുള്ളത്. അത് തെറ്റായിട്ടുള്ള ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ അത് പാർട്ടിക്കെതിരെ ഉപയോഗിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. ആ കാര്യം ജയരാജൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ജയരാജൻ തന്നെ അതിനെ തള്ളിപ്പറഞ്ഞു. ജയരാജൻ്റെ വരെ പാർട്ടി നടപടി നിർത്തി, ജയരാജൻ തന്നെ അതിനെ തള്ളിപ്പറഞ്ഞു. ആ നിലപാടാണ് ജയരാജൻ സ്വീകരിച്ചത്. ശരിയായ നിലപാടാണത്. അതായത് ഒരു വ്യക്തിയെ മുന്നിൽ നിർത്തി ഇങ്ങനെ പാർട്ടിക്ക് ബന്ധമില്ലാത്ത ബാഹ്യശക്തികൾ പാട്ടുപാടി ഇങ്ങനെ പാർട്ടിയെ തെറ്റായ നിലയിലേക്ക് പാർട്ടിക്കകത്തൊരു ചിന്ത ഉണ്ടാക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിച്ചു. ജയരാജൻ അതിനെ ശക്തമായി പ്രതിരോധിച്ചു. ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്തപ്പോൾ ആ പ്രവണത നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്, അത് ഗുണകരമല്ല, പാർട്ടിക്ക് വേണ്ടിയല്ല എന്ന് മനസ്സിലാക്കി അത് ജയരാജനും അംഗീകരിച്ചു, എല്ലാവരും സ്വീകരിച്ചു. ചെങ്കൊടിക്ക് കാവലായി ഈ പ്രസ്ഥാനത്തിൻ്റെ കരുത്തായിട്ടൊക്കെ പിണറായി വിജയനാണ് എന്ന് പറയുമ്പോൾ അതും ഒരു സമാനമായ വ്യക്തിപൂജയുടെ പ്രവണതയാണല്ലോ. വ്യക്തിപൂജയേ അല്ലത്. അദ്ദേഹം ചെങ്കൊടിയുടെ കരുത്തല്ലേ, അതിന് ആർക്കെങ്കിലും തർക്കമുണ്ടോ? CPM-ന്റെ കരുത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലാണ് എന്ന് പറയുന്നതിൽ ആ പാർട്ടി പ്രസ്ഥാനത്തിൻ്റെ നയം എന്താണ്? പാർട്ടിയും പ്രസ്ഥാനത്തെയും കാത്തു സൂക്ഷിക്കുന്ന ശക്തി തന്നെയാണത്. ഒരാളെന്നല്ല, ആ ശക്തിയുടെ നേതൃത്വമാണ്. ആ നേതൃത്വം എന്ന് പറയുന്നത് എല്ലാവരും കൂടി ചേർന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. ആ കരുത്താണത്. ആ കരുത്തിനെ പ്രശംസിക്കുന്നതിന് ആരാ അസഹിഷ്ണുതയോടുകൂടി കാണുന്നത്? വ്യക്തിപൂജയിൽ വിശ്വസിക്കാത്ത ആദർശത്തിൽ അധിഷ്ഠിതമായ പ്രസ്ഥാനമാണ് CPM. സ്വാഭാവികമായിട്ടും ആ ആദർശത്തിന് മുൻനിർത്തി പ്രവർത്തിക്കുകയല്ല, അതൊരു വ്യക്തിയെ മുൻനിർത്തി ഈ വ്യക്തിയാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ കാവലും കരുത്തുമെന്ന് പറയുന്നത് വ്യക്തിപൂജയല്ലേ? അത് നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും പാർട്ടിക്കാർ പറഞ്ഞിട്ടുണ്ടോ? പാർട്ടി നേതാക്കളുടെ ഞാൻ ചോദിക്കട്ടെ, പാർട്ടി നേതാക്കളെ പ്രശംസിച്ചൂടെ? അവർ ചെയ്യുന്ന മഹൽ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ പറയണ്ടേ? സ്വകാര്യ പോക്കറ്റിൽ വെക്കേണ്ടതാണോ? പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടിയുടെ കരുത്താണ്. ഈ പാർട്ടിയുടെ എല്ലാം ശക്തിയും സമാഹരിച്ചെടുത്തുകൊണ്ട് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്ന നേതൃരംഗത്തുള്ള ശക്തമായൊരു കേന്ദ്രമാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ അഭിമാനം കൊണ്ടുവന്ന് ഞങ്ങളുണ്ട്. നിങ്ങൾക്കത് മാർക്സിസ്റ്റ് വിരുദ്ധന്മാർക്ക് അത് മനസ്സിലാകില്ല. മാർക്സത്തെ തകർക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർക്സിസ്റ്റിനെ ലക്ഷ്യം വെച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർക്ക്, വലതുപക്ഷ പിന്തിരിപ്പ ശക്തികൾക്ക് അത് മനസ്സിലാവില്ല. അവരതിനെ ഞങ്ങൾക്കെതിരായി തിരിച്ചുവിടാൻ പ്രയോഗിക്കും. അതാണ് ഇന്ന് മാധ്യമരംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വളരെ മുതിർന്ന നേതാവാണ്. സ്വാഭാവികമായിട്ടും താങ്കൾ പറയുന്നത് ഈ പ്രസ്ഥാനം ഈസ് ഈക്വൽ ടു പിണറായി വിജയൻ എന്നുള്ള പുറത്തുനിന്നുള്ള ആക്ഷേപം താങ്കൾ അതേപടി പറയുകയാണ്. അല്ല, അത് നിങ്ങളുണ്ടാക്കിയിട്ടുള്ളതാണ്, ഞങ്ങളുണ്ടാക്കിയതല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാക്കന്മാരെ പ്രശംസിക്കാൻ പാടില്ലേ? AKജിയെ പ്രശംസിച്ചിട്ടില്ലേ? EMSനെ പ്രശംസിച്ചിട്ടില്ലേ? കൃഷ്ണപിള്ളയെ പ്രശംസിച്ചിട്ടില്ലേ? മഹാനായ ലെനിനെ പ്രശംസിച്ചിട്ടില്ലേ? മാർക്സിനെ. ഇപ്പം നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു പിണറായി ആണെന്നും കമ്മ്യൂണിസം പിണറായിസത്തിലേക്ക് മാറുന്നു എന്ന് പറയുമ്പോഴാണ് പിണറായിയെ വാഴ്ത്തിക്കൊണ്ട് ഇത്തരം പാട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ടൊരു മുതിർന്ന നേതാവ് ഇത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുള്ള വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികളുടെ പ്രചരണ രീതികളുമാണ്. ആ പ്രചരണ രീതികൾക്ക് മുമ്പിലൊന്നും ഞങ്ങൾ തലകുനിച്ചു കൊടുത്ത് നിങ്ങളോടൊപ്പം ചേരില്ല. പിണറായി വിജയൻ ആക്രമിക്കാൻ പുറപ്പെടുമ്പോൾ അതിനോടൊപ്പം ഞങ്ങളുണ്ടാകില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ശക്തിയാണ്, കരുത്താണ്. അതിന് നേതൃരംഗത്തുള്ള കരുത്തനായ നേതാവാണ് പിണറായി. പല കാര്യങ്ങളിലും താങ്കൾ ഈ ഒരു കാണിക്കുന്ന ഒരു സ്നേഹം തിരിച്ച് പിണറായി താങ്കളോട് കാണിച്ചിട്ടില്ല എന്നാണ് ആര് പറയുന്നത്? ഞാനല്ലേ പറയേണ്ടത്? എന്നോട് ഏറ്റവും താങ്കളെ ഏറ്റവും അടുപ്പമുള്ളവരും താങ്കളെ കാണുന്ന ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികളുമൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അത് തെറ്റായ ഒരു ധാരണയാണ്. എനിക്കങ്ങനെ ഒരു പരാതിയില്ലെന്ന് മാത്രമല്ല, എനിക്ക് 2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ താങ്കൾക്കെതിരെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ബന്ധു നിയമന അഴിമതി ഉണ്ടായി. പിന്നീട് ആ അഴിമതി കേസൊക്കെ ഒഴിവായിപ്പോയി. പക്ഷേ ആ കേസിൻ്റെ പേരിലാണ് താങ്കൾക്ക് മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വരുന്നത്. ഞാൻ തിരിച്ചു വന്നതറിയോ? എങ്ങനെയാണ് തിരിച്ചു വന്നത്? കാലത്ത് അത് പ്രൊട്ടക്ട് എങ്ങനെയാണ് ഞാൻ അന്ന് മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്? ആരുണ്ടാക്കിയത്?
അതിനു മുമ്പ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ആരാ ഉണ്ടാക്കിയത്? നിങ്ങൾ മാധ്യമങ്ങളല്ലേ? പ്രതിപക്ഷമായിരിക്കാം, പക്ഷേ നിങ്ങൾ മാധ്യമങ്ങളല്ലേ? പ്രതിപക്ഷ പാർട്ടികളും ഒരു പ്രതിപക്ഷ പാർട്ടിയല്ല, മാധ്യമങ്ങൾ ഉണ്ടാക്കി പ്രചാരവേല നടത്തി. മാധ്യമങ്ങളിൽ ആരാ ഇത് ചെയ്യാത്തവർ? ഞാനൊരു വഴിവിട്ട കാര്യം ചെയ്തിട്ടില്ല. ഇല്ല. ഈ പക്ഷേ എന്ത് ചെയ്തു? നിങ്ങൾ എന്തുകൊണ്ട് പാർട്ടിക്ക് അന്ന് ബോധ്യമുണ്ടായില്ല? താങ്കൾ ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ബോധ്യമുണ്ടായില്ല? അല്ല, ബോധ്യമില്ലാഞ്ഞിട്ടല്ല. അന്ന് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ചെയ്തു. എല്ലാം ഈ ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് എന്നെയും എൻ്റെ പാർട്ടിയെയും ആക്രമിക്കുന്നു. എന്നെയും എൻ്റെ പാർട്ടിയും ആക്രമിക്കുമ്പോൾ ഞാനെന്താ ചെയ്യേണ്ടത്? ആ ആക്രമികൾക്ക് മുമ്പിൽ ബുദ്ധിപരമായ നിലപാട് സ്വീകരിക്കണം. ഞാനത് സ്വീകരിച്ചു. സമ്മർദ്ദത്തിൻ്റെ ഒരു സമ്മർദ്ദമല്ല, ഞാൻ പാർട്ടിയോട് അങ്ങോട്ട് പറഞ്ഞു, മാറി നിൽക്കാം. ഇത് ഇത്തരത്തിലൊരു ഘട്ടത്തിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള നില ഞാൻ മാറി നിൽക്കലാണ്. മാറി നിന്നു. ഈ ഇത്തരത്തിൽ പരിപാടികളൊക്കെ ആവിഷ്കരിച്ചവർ പിന്നീട് ദുഃഖിച്ചില്ലേ? ഞങ്ങൾ പ്രചരിപ്പിച്ച തെറ്റാണെന്ന് പറഞ്ഞില്ലേ? അന്ന് പാർട്ടിക്ക് താങ്കളെ സംരക്ഷിക്കാമായിരുന്നല്ലോ. പാർട്ടിക്ക് അങ്ങനെയില്ല. എന്തുകൊണ്ട്? ഞാൻ പറയുകയാണ്, പാർട്ടിക്ക് സംരക്ഷണം തന്നെയാണ് പാർട്ടി ചെയ്തത്. അതുകൊണ്ടാണല്ലോ ഞാൻ തിരിച്ചു വന്നത്. അല്ലേ, വരുമോ? എൻ്റെ സംശുദ്ധമായ രാഷ്ട്രീയം തെളിയിച്ചു. എനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെട്ടു. അതിനുശേഷം എന്നെ പാർട്ടി വീണ്ടും അതേ സ്ഥാനത്ത്, അതേ ചുമതല തന്ന്, അതേ ഓഫീസ്, അതേ എല്ലാ സൗകര്യവും തന്നുകൊണ്ട് എന്നെ പാർട്ടി വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നു. അതാ പാർട്ടി. താങ്കൾ സ്വമേധയാ രാജിവെക്കുകയായിരുന്നു. പിന്നെന്താ? ഞാൻ പാർട്ടിയോട് പറയായിരുന്നു, അത് ഞാൻ ചെയ്യേണ്ട ഒരു ദൗത്യമാണത്. പാർട്ടിയെ കാത്തു സൂക്ഷിക്കലാണ് എൻ്റെ മുമ്പിലുള്ള ലക്ഷ്യം. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പിണറായി വിജയന് എതിരെ വരുമ്പോൾ ഇത്തരത്തിലൊരു മാതൃക കാണുന്നില്ല. അപ്പോൾ വീണ വിജയനെതിരെ ആരോപണം വരുന്നു, അവരുടെ കമ്പനിക്കെതിരെ ആരോപണം വരുന്നു. അവിടെ പാർട്ടി പിണറായി വിജയനെ മാറോട് ചേർത്ത് ആശ്ലേഷിച്ച് സംരക്ഷിക്കുകയാണ്. ഞങ്ങളുടെ ശരിയായ രാഷ്ട്രീയമാണ്. കാരണം ഒരാളെ വേട്ടയാടുകയാണ്. എന്താ ചെയ്ത തെറ്റ്? താങ്കളെ വേട്ടയാടപ്പെട്ടു. ഞാൻ എൻ്റെതല്ല ഞാൻ പറയണത്. പിണറായി വിജയനെ മാത്രമാണോ നിങ്ങൾ വേട്ടയാടിയത്? അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വേട്ടയാടുകയല്ലേ? ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇത്തരം വൃത്തികെട്ട രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ടോ? ചെസസ്ക്യൂവിനെക്കുറിച്ച് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോവിയറ്റ് യൂണിയനെ തകർക്കാൻ, സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെ തകർക്കാൻ ഇത് തന്നെയാണ് വലതുപക്ഷ പിന്തിരിപ്പന്മാർ എടുത്തിരുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? സ്വർണത്തിൻ്റെ ചെരുപ്പിലാണ് നടക്കാറ് ചെസസ്ക്യൂ എന്ന് പറഞ്ഞിട്ടില്ലേ? ഏതെല്ലാം തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയിരുന്നു? സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിരുന്നു? അതെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനുള്ള നീക്കത്തിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങളിവിടെ എന്ത് അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് പറഞ്ഞത്? എന്താ അടിസ്ഥാനമുള്ളത്? അപ്പോൾ എന്തും പറയുക, എന്തും ചെയ്യുക, എങ്ങനെയും ആക്രമിക്കുക. താങ്കൾക്കെതിരെ വന്ന പോലെ ആരോപണങ്ങളാവാം. ആ ആരോപണങ്ങൾ വന്നപ്പോൾ താങ്കൾ കാണിച്ചൊരു മാതൃക ഉണ്ടല്ലോ ഇവിടെ. ഞാൻ കാണിച്ചതല്ല, പാർട്ടി കാണിക്കുന്ന മാതൃക. ആ മാതൃക എല്ലാവരും കാണിക്കുന്നു. ബാധകമല്ലാത്തൊരു മാതൃക എല്ലാവരും കാണിക്കുന്നു ആ മാതൃക. അതുകൊണ്ടാണ് ഞങ്ങൾക്കിതിൻ്റെ ലക്ഷ്യം അറിയാം. ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളുടെ ലക്ഷ്യം ഒരു സംശുദ്ധമായ അഴിമതിരഹിതമായ കേരളമല്ല. ഈ അഴിമതി പാർട്ടിയുടെ മേലെ ചാർത്തി, പാർട്ടി അഴിമതിയുടെ പാർട്ടിയാണെന്ന് പറഞ്ഞ് പാർട്ടിയെ തകർക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുകയായിരുന്നില്ലേ? പലതും പൊളിഞ്ഞു പോയില്ലേ? ആ പൊളിഞ്ഞ കാര്യം പിന്നെ ഏതെങ്കിലും പത്രം കൊടുക്കുന്നുണ്ടോ? അല്ല, എൻ്റെ ചോദ്യം, താങ്കളെപ്പോലെ വളരെ മുതിർന്ന ഇത്ര സമര പാരമ്പര്യമുള്ളൊരു നേതാവിനെ മന്ത്രിസഭയിൽ പുറത്താക്കേണ്ട ഘട്ടത്തിൽ സംരക്ഷിച്ചില്ല എന്നൊരു വാദമാണ്. വീണ്ടും മുന്നോട്ട് വന്നാൽ ഇടതു മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് താങ്കൾ മാറി നിൽക്കേണ്ടി വരുന്നു. ആ മാറി നിൽക്കേണ്ടി വരുമ്പോഴും പാർട്ടിയോ പിണറായി വിജയനോ താങ്കളെ സംരക്ഷിക്കുന്നില്ല. താങ്കളുടെ പാർട്ടിയുടെ ഇത്രയും വർഷത്തെ പാരമ്പര്യവും ഇത്ര മുതിർന്നൊരു നേതാവ്, കണ്ണൂർ രാഷ്ട്രീയത്തിലെ എല്ലാ സമര പോരാട്ടങ്ങളിലും മുന്നിൽ നിന്നിരുന്നൊരു നേതാവിനെ പാർട്ടി സംരക്ഷിച്ചിട്ടില്ല. നിങ്ങൾ സംരക്ഷിച്ചില്ല എന്നുള്ളത് നിങ്ങളുടെ ധാരണയാണ്. എൻ്റെ എല്ലാ സംരക്ഷണവും ഇന്ന് പാർട്ടിയാണ്. പാർട്ടിയാണ് എൻ്റെ സർവശക്തൻ. അത് നിങ്ങൾക്കത് മനസ്സിലാവില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുന്നത് മറ്റൊരു കണ്ണടയിലൂടെയാണ്. ഇപ്പം ഇടതുമുന്നണി കൺവീനർ ആയിരിക്കുമ്പോൾ പല തെരഞ്ഞെടുപ്പുകൾ നയിച്ചിട്ടുണ്ട്. തൃക്കാക്കരയൊക്കെ നേരിട്ട് ഞാനവിടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലൊക്കെ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ തന്നെ നയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് നയിക്കുന്നതിലൊക്കെ വലിയ പ്രാവീണ്യം നേടിയിരുന്നു. പക്ഷേ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരുമ്പോൾ എന്തോ ഒരു കുഴപ്പം കാണിച്ചതുകൊണ്ടാണ് എന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. ഒരു പാർട്ടി സെക്രട്ടറിക്കും അങ്ങനെ ഒരു വാക്ക് പറയാനും സാധിക്കില്ല. കാരണം ഞാൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. എനിക്ക് നേരെ എന്തെങ്കിലും നടപടി കേന്ദ്ര കമ്മിറ്റി എടുത്തിട്ടുണ്ടോ? പിന്നെ നിങ്ങളിവിടെ മാധ്യമക്കാർ പോയി ചോദിച്ച് വാക്കുകൾ വളച്ചൊടിച്ച് നിങ്ങൾ വാർത്ത ഉണ്ടാക്കാൻ ശ്രമിക്കും. ഉണ്ടാക്കിക്കോ, എനക്കെന്താ, എൻ്റെ പാർട്ടിക്കെന്താ, അതെല്ലാവർക്കും അറിയാം. അവരതിനൊന്നും വലിയ വില കൊടുക്കില്ല. പക്ഷേ ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്കും EPA ആരാധിക്കുന്നവർക്കും EPA സ്നേഹിക്കുന്നവർക്കൊക്കെ ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് EPA പൊടുന്നനെ ഒരു സെക്രട്ടേറിയറ്റിന് ശേഷം മാറ്റുന്നു?
എന്നുള്ളത്. എന്നെ മാറ്റിയിട്ടില്ലല്ലോ, ഞാനിപ്പോൾ സെക്രട്ടറി മെമ്പറാണല്ലോ. ഇടത് മുന്നണി കൺവീനർ ഇടത് മുന്നണി കൺവീനർ സ്ഥാനത്ത് ഒരുപാട് ആളുകൾ പ്രഗത്ഭരായി പ്രാപ്തരായി വരുന്നു. എന്നെപ്പോലെ ഒരു സീനിയറായിട്ടുള്ള ആൾ തന്നെ അവിടെ നിൽക്കണമെന്നുണ്ടോ? എന്നെപ്പോലെയുള്ള സീനിയറായിട്ടുള്ള ഒരാൾ ആ സ്ഥലത്ത് തന്നെ നിൽക്കണം. പുതിയ സഖാക്കൾ വരും, പുതിയ സഖാക്കൾ ആ ചുമതല ഏറ്റെടുക്കും, അവരെ ഏറ്റെടുത്ത് അവർ പ്രവർത്തിക്കും. എനിക്ക് മറ്റു പല പ്രവർത്തനങ്ങളും ഉണ്ടാകുമ്പോൾ എൻ്റെ സമയത്തിന് പരിമിതി വരും. അതുകൊണ്ട് എന്നെ കൂടി സഹായിക്കലാണ് അതിൻ്റെ ലക്ഷ്യം. ഒരു നടപടിയുടെ ഭാഗമാണ്. ഒരു നടപടിയുടെ അതാണ് ചോദിച്ചത്, കേന്ദ്ര കമ്മിറ്റി എനിക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ഇത് നിങ്ങളിവിടെ ഉണ്ടാക്കുന്നത് ഒരു അല്പനേരത്തേക്ക് ഇങ്ങനെ വർത്തമാനം പറയാൻ കിട്ടിയെന്ന് വന്നേക്കും. അതിന് വല്ല അടിസ്ഥാനമുണ്ടോ? ഒരടിസ്ഥാനമില്ലാതെയാണ് താങ്കളെ നടപടിയെടുത്ത് മാറ്റി നിർത്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താ, ഞാൻ തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞു? അത് നിങ്ങൾ കൊടുക്കൂല. പക്ഷേ പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ ചിലപ്പോൾ ഒക്കെ എന്തോ ഒരു കുഴപ്പം കാണിച്ചു എന്ന മട്ടിലേക്ക് അത് ആ കുഴപ്പം വല്ലതും കാണിച്ചിട്ടുണ്ടോ അദ്ദേഹത്തോട് തന്നെ ചോദിക്കും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതുണ്ട്, എന്തോ അതെന്നെ ചോദിച്ചു നോക്ക് എന്താണ്. താങ്കൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല? ഞാൻ പറഞ്ഞു, ഞാനൊരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, എനിക്ക് നേരെ എന്തെങ്കിലും കേന്ദ്ര കമ്മിറ്റി നടപടി എടുത്തിട്ടുണ്ടോ? അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമല്ലേ. വാർത്തയാക്കത്തക്ക രീതിയിൽ ചില നടപടികൾ ഉണ്ടാവുന്നത് ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ? പെട്ടെന്ന് ഒരു കാര്യം കാലത്തിലൊരു മാറ്റം ഉണ്ടാവുന്നു. ഒരു ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരികയാണ്. അതെ, ഞങ്ങൾ പുതിയ ആളുകൾ വരുമ്പോൾ പുതിയ ആളുകൾക്ക് പ്രൊമോഷൻ കൊടുക്കും, പുതിയ ആളെ കൊണ്ടുവരും. ഞങ്ങൾക്ക് മറ്റു പല ചുമതല വരുമ്പോൾ ഞങ്ങൾ ആ ചുമതലയിലേക്ക് മാറും. അപ്പോൾ ഇത്തരം അതുപോലെ വളരെ പ്രസക്തമല്ലാത്ത കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതങ്ങ് ഒഴിവാകും. അതൊക്കെ പാർട്ടിക്കകത്ത് ഓരോരുത്തരുടെയും പ്രവർത്തന സാധ്യതകളെ കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് ഉത്തരവാദിത്വം ഏൽപ്പിക്കും. പക്ഷേ പുറത്ത് പറയപ്പെടുന്നത് ഒരുപക്ഷെ ആരോപണമായിരിക്കാം. താങ്കൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ ഒരു പ്രസ്താവന, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം നടത്തിയൊരു പ്രസ്താവന പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിരുന്നു. താങ്കളൊരു സത്യസന്ധനായ രാഷ്ട്രീയ നേതാവായതുകൊണ്ടാണ് ആ കൂടിക്കാഴ്ച മറച്ചു വെച്ചില്ല, തുറന്നു പറയുകയും ചെയ്തു. ഞാൻ കണ്ടതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ഞാൻ ഈ ചോദിക്കുന്ന പത്രക്കാരോട് എന്താ തെറ്റ്? നിങ്ങൾ എപ്പോൾ കണ്ടത്? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളത് പ്രചരിപ്പിച്ചത് അന്ന് രാവിലെ കണ്ടതുപോലെയല്ലേ? അല്ലേ? എന്താ ലക്ഷ്യം? താങ്കൾ പറഞ്ഞു. ഞാൻ ഒറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങൾ മാധ്യമക്കാരുണ്ടാക്കിയ വാർത്ത അതിനും 1.5 വർഷം മുമ്പ് അദ്ദേഹം എന്നെ കാണാൻ വന്നതാണ്. അതെ, അദ്ദേഹം പല നേതാക്കന്മാരെയും കണ്ടു. രമേശ് ചെന്നിത്തലയെ, കുഞ്ഞാലിക്കുട്ടിയെ, പിന്നെ വിനോയ് വിശ്വത്തെ എല്ലാവരെയും കണ്ടിട്ടില്ലേ? ആ കൂട്ടത്തിൽ അവരെന്നെയും വന്ന് കാണുന്നു. ഞങ്ങളുമായിട്ട് അക്കാര്യത്തിൽ 100% ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇതേ ഉള്ളൂ. 1.5 വർഷം മുമ്പ് എന്നെ വന്ന് കണ്ടിട്ടുള്ള ഒരു സംഭവം തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ഇപ്പം കണ്ടതാണ് എന്ന് വരത്തക്ക നിലയിൽ വാർത്ത സൃഷ്ടിച്ചത് എന്തിനാ? ഒരു ഭൂകമ്പുണ്ടാക്കി ആ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും എനിക്കെതിരായി പാർട്ടി സഖാക്കളിൽ ചിന്തയുണ്ടാക്കാനുമല്ലേ? അത് വ്യക്തിഹത്യയാണ്. അതല്ല മാധ്യമധർമ്മം. അവരത് മാത്രമാണോ ഒന്ന് ചെയ്തത്? ഇപ്പം നിങ്ങൾ നോക്ക്, അത് പഴയ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്. ഇപ്പോൾ ബൈ ഇലക്ഷൻ്റെ ദിവസം എന്താ ചെയ്ത്? ആത്മകഥ. ഇപ്പം അത് പോയില്ലേ? പിന്നെ നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞോ? അതൊരു ആസൂത്രിതമല്ലേ? ഇപിയുടെ ഭാഗത്ത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇങ്ങനെ വാർത്തയുമായി വന്ന് ഒരു പ്ലാനിങ് അല്ലേ? നിങ്ങൾക്ക് തോന്നില്ലേ? അതുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കളോട് ഇങ്ങനെ പ്ലാനിങ് നടത്തി ആർക്കെങ്കിലും വേണ്ടി ബാഹ്യശക്തികളുടെ പ്രേരണക്ക് പലതരത്തിലുള്ള അവരുടെ വശീകരണത്തിന് വശം വരായി അതിൽ കീഴടങ്ങിക്കൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ സ്വീകരിക്കരുത്. EP അന്ന് പറഞ്ഞ കാര്യത്തിൽ EPയോടൊപ്പമാണ് 100%. കാരണം താങ്കളൊന്നും മറച്ചു വെക്കാതെ കണ്ടു എന്ന് പറയുകയും കണ്ടു ഒരു സംസാരവും ഇല്ലാതെ പിരിഞ്ഞു പോവുകയും ചെയ്തു എന്ന് പറയുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി വന്ന് പറയുകയാണ്, പാപിയോടൊപ്പം ശിവൻ ചേർന്നാൽ ശിവനും പാപിയായിടും. അതെ, അതിലൊരു കരുതൽ സഖാവ് EP ജയരാജൻ കാണിക്കണമായിരുന്നു എന്നാണ് പറയുന്നത്. അത് നല്ല സന്ദേശമാണ്. അതാ ഞാൻ പറയണത്. അതൊരു ഒരു സാരോപദേശമാണ്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കുമുള്ളതാണ്. കാരണം ഈ ജാവേദ്കറെ കൂട്ടി വന്ന വേറൊരാളുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ കൂട്ടി വന്നു. അദ്ദേഹത്തെ പിന്നെ അധ്യായത്തിൽ എവിടെയും കണ്ടില്ലല്ലോ. നിങ്ങൾ ആരും അത് ഈ ജാവേദ്കർ എന്ന് പറഞ്ഞൊരു കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ കൂട്ടി വന്നതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് വളരെ കറക്റ്റാണ്. അതൊരു പാർട്ടികൾ, എനിക്ക് മാത്രമല്ല എല്ലാ പാർട്ടി സഖാക്കൾക്കുമുള്ള ഒരു മഹത്തായ സന്ദേശമാണ്. നമ്മളുടെ വിശാല മനസ്കതയെ, നമ്മുടെ വലിയ തരത്തിലുള്ള ഒരു ബഹുജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ ദുരുപയോഗപ്പെടുത്താൻ ചില ശക്തികൾ ശ്രമിക്കും. അത് ജാഗ്രതയുണ്ടാകണം എന്ന മഹത്തായൊരു സന്ദേശമാണ്. ഞാൻ ആ സന്ദേശം അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ.
ആ സന്ദേശത്തിന് പിറകിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു വീഴ്ച പറ്റി എന്ന് പിണറായി പറയുന്നതിന് തുല്യമാണല്ലോ EPയെ പോലൊരു നേതാവിന് പ്രകാശ് ജാവദേക്കറെ കാണുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത കാണിക്കാമായിരുന്നു. നിങ്ങൾ അതാണ് തെറ്റിദ്ധാരണ. പ്രകാശ് ജാവദേക്കറെ കാണാൻ പാടില്ലേ എന്നാ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. പിന്നെ എന്താണ് ഒരു ജാഗ്രത കുറവ്? അന്ന് അതെ, ആ പറഞ്ഞിരിക്കുന്നത് ഇയാളാണ് കൂട്ടിയിട്ട് വന്ന ആൾ, നല്ല ആൾ നന്ദകുമാർ. അങ്ങനെയുള്ളവരെ കൂട്ടി വരുമ്പോൾ അത് ശ്രദ്ധിക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടി നോക്കാൻ എനിക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ആളെൻ്റെ വീട്ടിൽ, എൻ്റെ മകൻ്റെ വീട്ടിൽ വന്ന് കയറുമ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്തരം ഒരാൾ കൂട്ടി വരുമ്പോൾ അത് അയാളോട് തന്നെ സംസാരിക്കുക, ഇയാളുമായിട്ട് ഒഴിവാക്കേണ്ടതായിരുന്നു. അത് ചെയ്യാതിരിക്കുന്നത് ഒരു പെശകായി തന്നെ ഞാനും കാണുന്നത്. ഇയാളാണ് കൂട്ടി വരുന്നത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒഴിവാക്കി വിടണമായിരുന്നു. ജാവേദ്കർ പക്ഷേ അദ്ദേഹം കൂട്ടി വരികയാണ്. അദ്ദേഹത്തെ പോലെ ഒരു കേന്ദ്രമന്ത്രി, വളരെ കാലം പ്രവർത്തിച്ചിട്ടുള്ള BJPയുടെ ഉന്നതനായൊരു ദേശീയ നേതാവ് ഈ കേരളത്തിൻ്റെ പ്രത്യേക ചുമതലയെടുത്ത് ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾ, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ വരുമ്പോൾ എനിക്ക് അവരോട് നിങ്ങൾ ഇയാളെ പുറത്താക്കിയിരുവാ എന്ന് പറയാൻ സാമാന്യഗതിയിൽ കഴിയാതെ വരും. സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ആ സാഹചര്യങ്ങളിൽ ഞാനെടുത്ത നിലപാട് കുറച്ചുകൂടി ഇയാളെ ഒഴിവാക്കണം എന്ന നില തന്നെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരിക്കുമെന്നുള്ള ചിന്തയുണ്ടാകും. അതിനും തെറ്റില്ല. പക്ഷെ അന്ന് ആരോപിക്കപ്പെട്ട ആ BJP ബന്ധമുണ്ടല്ലോ, ആ ബന്ധത്തിൻ്റെ പേരിലാണ് പിന്നീട് താങ്കളെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് മാറ്റി നിർത്തിയത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. തെറ്റായിട്ടുള്ള ഒരു പ്രചരണമാണത്. അങ്ങനെ ഒരു ജാവേദ്കറെ കണ്ടിട്ട് അന്ന് പിണറായി തന്നെ പിന്നെ പറഞ്ഞല്ലോ, ജാവേദ്കർ എത്ര പ്രാവശ്യം എന്നെ കാണാൻ വന്നിരുന്നു. BJP നേതാക്കന്മാരെ കാണാൻ പറ്റൂല. ഇതെന്ത് രാഷ്ട്രീയമാണ് പറയുന്നത്? ഇപ്പോൾ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. ഇപ്പോൾ സ്വാഭാവികമായ ആത്മവിമർശനത്തിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ്. ഈ തുടർഭരണം ഒരു അസാധാരണമായ സംഭവമായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ. കേരളത്തിന് അത് ഗുണമാണോ ദോഷമാണോ എന്ന് വേറൊരു വിഷയമാണ്. സംഘടനാപരമായി തുടർഭരണം ഒരു ഗുണമായിരുന്നു. ഞങ്ങളുടെ ഇതിപ്പോൾ രണ്ടാം തുടർഭരണമല്ലേ. അതെ, സംഘടനാപരമായി ഞങ്ങൾക്ക് കൂടുതൽ മെച്ചമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന്, ബഹുജനങ്ങൾക്കിടയിൽ നല്ല പ്രതീക്ഷ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. CPMൻ്റെയും DYFI പോലുള്ള പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഒരു സംഘടനാപരമായ വളർച്ച എന്ന് പറഞ്ഞാൽ, അതിൻ്റെ മൂർച്ച എന്ന് പറഞ്ഞാൽ സമര പോരാട്ടങ്ങളാണ്. 8 വർഷം അല്ലെങ്കിൽ തുടർച്ചയായി ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഈ സമര സാധ്യതകൾ മങ്ങുകയും അതിങ്ങനെ ഒരു സുഖിമാന്മാരുടെ പാർട്ടിയായിട്ട് മാറുന്നു, അല്ലെങ്കിൽ കുറേയൊക്കെ ആളുകൾ ഇങ്ങനെ സുഖലോലുപതയെ ലക്ഷൂറിയസ് ആയി മാറുന്നു എന്നൊരു ആത്മവിമർശനം ഇല്ലേ ആർക്ക്? പാർട്ടിക്കില്ലേ? നിങ്ങൾക്ക് ഈ മാധ്യമങ്ങൾ ഇത് പ്രചരിപ്പിക്കുന്നു. വലതുപക്ഷ മാധ്യമങ്ങളെ കുറിച്ച് നിങ്ങൾ വലതുപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഈ പറയുന്നൊന്നും വലതുപക്ഷം ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നും ജനങ്ങൾ ഇതൊന്നും പ്രതിപക്ഷത്തിന് വലതുപക്ഷത്തിന് ബാധകമല്ല. ഇതെല്ലാം ആർക്കേ ബാധകമാവും? ഇടതുപക്ഷത്തിന് മാത്രം. ഇനിയൊരു തുടർഭരണത്തിലേക്ക് പോയാൽ പാർട്ടിയിൽ കൂടുതൽ അംഗങ്ങൾ സുഖിമാന്മാരായിട്ട് മാറും, പാർട്ടി തന്നെ ഇല്ലാതാവുന്നൊരു വിമർശനമൊക്കെ വരുന്നുണ്ട്. അതാർക്ക്? അങ്ങനെ ഈ വലതുപക്ഷക്കാർക്കല്ലാതെ വേറെ ആർക്കാതുള്ളത്? ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു അഭിപ്രായമേ ഇല്ല. ഈ ആത്മകഥ പൂർത്തിയാക്കിയോ? പൂർത്തിയായിക്കൊണ്ടേയിരിക്കുകയാണ്. പൂർത്തിയായിട്ടില്ല. പേരും ഇട്ടില്ല. ഇല്ല. പഴയ നേരത്തെ പുറത്തു വന്ന പേരുമായിട്ട് അത് പുറത്ത് ആരോ ഇട്ടതിന് ഞാനെന്ത് ഉത്തരവാദി? പുതിയൊരു പേരിട്ടിട്ടില്ല. പേരും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അത് ഏതാണ്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ പത്രക്കാരോടും പറയുന്നുണ്ട്. അത് വെച്ചുകൊണ്ട് ഞാനത് അത് കഴിയുന്ന എനിക്കിപ്പം ഒരു മാർച്ച് കഴിയേണ്ടി വരും. എനിക്ക് തോന്നുന്നത് മാർച്ച് വരെ പാർട്ടി സമ്മേളനങ്ങളുടെ തിരക്കായിരിക്കും. സമ്മേളനത്തിന് തീർച്ചയായും ഞാൻ അതിവേഗത്തിൽ തന്നെ അത് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അത് ഏത് പബ്ലിക്കേഷൻ തീരുമാനിച്ചിട്ടുണ്ട്? അത് എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ DC വേണ്ടാന്ന് തീരുമാനിച്ചു. DC ആരെ ഏൽപ്പിക്കുന്നു? DC ഏൽപ്പിക്കുന്നില്ല. ഞാൻ അറിയാതെ എൻ്റെ പുസ്തകം 10 മണിക്ക് പ്രസാദനം ചെയ്യുന്നു എന്ന് ഫേസ്ബുക്ക് പേജ് കൊടുത്തിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ മാധ്യമങ്ങൾ കൊടുത്താൽ എന്താ കഥ? എന്ത് വിശ്വാസ്യതയാണ്, എന്ത് മാന്യതയാണ് അവർക്കുള്ളത്? ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല, ഇനി മറ്റു മാധ്യമ ഈ എഴുത്തുകാരോടല്ല ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഇതാണ് അവരുടെ നിലപാടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം എന്നാണ് ജനങ്ങളോട് അഭ്യർത്ഥിക്കുക. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണത്. മറ്റേതെങ്കിലും പബ്ലിക്കേഷൻസുമായിട്ട് പലരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ആത്മകഥ എഴുതുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു റിട്ടയർമെൻറ്റ് മൂഡിലേക്ക് പോകുമ്പോഴൊക്കെയാണ് ഒരു ആത്മകഥയിലേക്ക് അല്ല. EMS ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെയാണ് ആത്മകഥ എഴുതിയത്. എന്നിട്ട് EMS തന്നെ എഴുതിയ ഇനിയും ഒരു ജീവിതമുണ്ടായാൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ചെയ്യും. AKG ആത്മകഥ എഴുതിയത്. ആത്മകഥ എഴുതുന്നതും അതുപോലെ ഒരു കാലഘട്ടം വരെയുള്ള കാര്യങ്ങൾ എഴുതും. പാർട്ടിയിൽ സജീവമായി തന്നെ തുടരുമെന്നുള്ള അതിലെന്താ ഇപ്പോൾ ആർക്കാ സംശയം? ഇടതുമുന്നണി കൺവീനർ ആയതിനു ശേഷം, കൺവീനർ സ്ഥാനത്ത് മാറിയ ശേഷമൊക്കെ ഒരു വിശ്രമ ജീവിതത്തിലേക്ക് താങ്കൾ പോവുകയാണെന്നൊക്കെ പ്രചാരണം ഉണ്ടായിരുന്നു. അവർ പ്രചരിപ്പിക്കുന്നവർ പ്രചരിപ്പിക്കട്ടെ, അവരോടൊന്നും എനിക്ക് മറുപടിയില്ല. ഞാൻ അവരോടൊന്നും ചോദിച്ചിട്ടല്ല രാഷ്ട്രീയത്തിൽ വന്നത്. ഞാൻ പ്രവർത്തിക്കുന്നതും അവരോടൊന്നും ചോദിച്ചിട്ടും അവർ അനുവാദം വാങ്ങിയിട്ടുമല്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. ആ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുകയാണ്.
ഒറ്റ ചോദ്യത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാഷാണ്. ഈ സംസാരത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പേര് വന്നില്ല. ഗോവിന്ദൻ മാഷുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ് ശരി? അയാൾ ഞാൻ കേരളത്തിൽ KSYF-ൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി സെക്രട്ടറിയായി വർക്ക് ചെയ്യുന്ന അവസരം അദ്ദേഹം ഞങ്ങളുടെ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അദ്ദേഹം അതിൻ്റെ ഒരു സഹഭാരവാഹിയായിരുന്നു. ഞാനിവിടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം കമ്മിറ്റിയിലുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളോടൊപ്പം ഞങ്ങൾ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലും അതുപോലെ സ്റ്റേറ്റ് കമ്മിറ്റിയിലും അതുപോലെ ഓൾ ഇന്ത്യ കമ്മിറ്റിയിലൊക്കെ ഞങ്ങൾ സഹപ്രവർത്തകരായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. വേറെ എന്താ അതിൽ? അതുപോലെ എത്ര ആളുണ്ട്? മുമ്പേ പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനം കിട്ടേണ്ടിയിരുന്ന ആളാണ് EP ജയരാജൻ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അത് അഭിപ്രായമുള്ളവർ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതിൻ്റെ ബാധ്യതയൊന്നും എനിക്ക് ഒരിക്കലും അങ്ങനെ പാർട്ടി കാര്യങ്ങൾ പറയില്ലല്ലോ. എനിക്ക് ഏറ്റെടുക്കേണ്ട ഒരു ബാധ്യത അതില്ല. പറയേണ്ടവർ പറഞ്ഞോട്ടെ. അങ്ങനെ ഒരു അഭിപ്രായം പൊതുവെ മാധ്യമ പ്രവർത്തകർക്ക് അല്ല, പറയുന്നവർ പറഞ്ഞോട്ടെ. അവരോടൊന്നും എനിക്കൊരു വിരോധവുമില്ല, പ്രത്യേക സ്നേഹവുമില്ല. ഗോവിന്ദൻ മാഷയുടെ സ്നേഹം മാത്രമാണ്. എല്ലാവരോടും എനിക്ക് സ്നേഹമാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാവാൻ ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ട് മനുഷ്യ സ്നേഹിയാണ്. എല്ലാറ്റിനെയും സ്നേഹിക്കാനും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ആ ലക്ഷ്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. തുടർഭരണം ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. തുടർഭരണം ഉണ്ടാവും. ആ മത്സരത്തിലുണ്ടാവും. മത്സരത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. മത്സരത്തിന് ഞാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഇനിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് വന്നു. കാരണം പുതിയ ആളുകൾ വരട്ടെ. ഇത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ എങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തിനൊരു വിലയുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്നോട് പാർട്ടി ചോദിക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ പോലും ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് പാർട്ടി തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കും ഞാൻ. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് പാർട്ടി മാനിക്കും എന്ന് കണക്കാക്കുന്ന ഒരാളുമാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരും. ഇന്നുള്ളതിനേക്കാളും കൂടുതൽ ശക്തിയോടുകൂടി വരും. നിങ്ങളുടെ സംശയം വേണ്ട, ഇന്ന് എഴുതി വെച്ചുകൊള്ളൂ. ഇന്നത്തെ ദിനത്തിൻ്റെ പ്രാധാന്യം കണക്കെടുത്ത് നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ. നയിക്കുന്നതും പിണറായി ആയിരിക്കും എന്നുള്ളൊരു അതില്ല. അതിന് ഇന്ന് ആർക്കാ സംശയമുള്ളത്? അതിൻ്റെ കരുത്തും ശക്തിയുമുള്ള കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും ബെസ്റ്റ് ഭരണാധികാരിയാണ് പിണറായി വിജയൻ. നിങ്ങൾക്ക് ആർക്കും അതിൽ വ്യത്യസ്ത അഭിപ്രായം ഇല്ലല്ലോ. എനിക്കില്ല, ആർക്കും ഇല്ലല്ലോ. ലാൽ സലാം. ലാൽ സലാം.